മിന അൽ ഫഹൽ തുറമുഖം സാധാരണ നിലയിൽ പ്രവർത്തനം തുടരുന്നു. സലാം എയർ കുവൈറ്റ് ബെയ്റൂട്ട് സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെച്ചു. ഗോഡിവ കുനാഫ പിസ്ത മിൽക്ക് ചോക്ലേറ്റ് ഒമാൻ വിപണിയിൽ നിന്ന് പിൻവലിച്ചു. ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്. ഒമാനിലെ മിന അൽ ഫഹൽ തുറമുഖത്തിന്റെ പ്രവർത്തനങ്ങൾ സാധാരണ നിലയിൽ തുടരുന്നതായി പെട്രോളിയം ഡെവലപ്മെന്റ് ഒമാൻ അറിയിച്ചു. ഒമാൻ വാർത്താ ഏജൻസി പുറത്തുവിട്ട പ്രസ്താവനയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. തുറമുഖത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും നിലവിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് പുരോഗമിക്കുന്നതെന്നും അധികൃതർ അറിയിച്ചു. വെള്ളിയാഴ്ചയാണ് കമ്പനി ഇതുമായി ബന്ധപ്പെട്ട വ്യക്തത വരുത്തിയത്. മേഖലയിലെ നിലവിലെ സാഹചര്യങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളും മുൻനിർത്തി കുവൈത്തിലേക്കും ബെയ്റൂത്തിലേക്കുമുള്ള വിമാന സർവീസുകൾ സലാം എയർ താൽക്കാലികമായി നിർത്തിവെച്ചു. കുവൈത്തിലേക്കുള്ള എല്ലാ സർവീസുകളും ജൂലൈ 16 വരെയും ലെബനൻ തലസ്ഥാനമായ ബെയ്റൂത്തിലേക്കുള്ള സർവീസുകൾ ജൂലൈ 17 വരെയും നിർത്തിവെച്ചിരിക്കുന്നതായി എയർലൈൻസ് അറിയിച്ചു. ഗോഡിവ കുനാഫ ആൻഡ് പിസ്ത മിൽക്ക് ചോക്ലേറ്റ് ബാർ ഒമാൻ വിപണിയിൽ നിന്ന് പിൻവലിക്കാൻ ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി സെന്റർ ഉത്തരവിട്ടു. ഈ ഉൽപ്പന്നം നിർമ്മിച്ച പ്ലാഡിസ് അറേബ്യ ഫുഡ് മാനുഫാക്ചറിംഗ് കമ്പനിയുടെ കൂടെ നിർദ്ദേശപ്രകാരമാണ് ചോക്ലേറ്റ് പിൻവലിക്കുന്നത്. സൗദി അറേബ്യയിൽ നിർമ്മിച്ച 35 ഗ്രാമിന്റെ പാക്കറ്റുകളുള്ള ചോക്ലേറ്റ് ബാറുകളാണ് തിരിച്ചു വിളിക്കുന്നത്. ചോക്ലേറ്റിൽ അടങ്ങിയിരിക്കുന്ന മുട്ടയുടെ അംശം പാക്കറ്റിലെ ചേരുവകളുടെ പട്ടികയിൽ രേഖപ്പെടുത്തിയിട്ടില്ലാത്തതാണ് നടപടി സ്വീകരിക്കാൻ കാരണം. മുട്ട അലർജി ഉള്ളവർക്ക് ഇത് ആരോഗ്യപരമായ വലിയ ഭീഷണി ഉയർത്തുന്നുണ്ടെന്ന് അധികൃതർ വ്യക്തമാക്കി. ഈ ഉൽപ്പന്നം ഉടൻ തന്നെ എല്ലാ വിപണികളിൽ നിന്നും നീക്കം ചെയ്യാൻ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി ഒമാൻ മലപ്പുറം ജില്ലാ അസോസിയേഷൻ അൽ ബുസ്താൻ ബീച്ചിൽ ശുചീകരണ പ്രവർത്തനം നടത്തി. രാവിലെ 5:30 മുതൽ ബീച്ചും പരിസരവും ക്ലീൻ ചെയ്ത് ഒമാനിലെ പല ഭാഗങ്ങളിൽ നിന്നും എത്തിയ അംഗങ്ങൾ പങ്കെടുത്തു. ഷിഹാബ് കോട്ടക്കൽ, അജ്മൽ സിദ്ദീഖ്, സത്ത ആനക്കയം തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. സുവൈക്കിൽ നിന്നും ഡോക്ടർ ഷെഫീഖ്, കരാട്ടെ മാസ്റ്റർ അൻവർ സാദത്ത്, ഹബീബ് റഹ്മാൻ, അയൺമാൻ അൻവർ സാദത്ത്, മുബഷീർ, പ്രജുൽ, സബീഹ്, മുഹമ്മദ്, വിശ്വനാഥൻ, സഹദ്, ഷമീർ, മുഹമ്മദ് അസ്ലം, മുർഷിദ് തങ്ങൾ തുടങ്ങിയ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ പങ്കെടുത്തു. പരിസ്ഥിതി ദിനാചരണ സന്ദേശം നൽകി ബാലകൃഷ്ണൻ വലിയാട് സംസാരിച്ചു. നിരവധി പ്രവർത്തകരുടെ സഹകരണത്തോടെ ദിനാചരണ സന്ദേശം ഉയർത്തി പരിപാടി വിജയകരമായി നടന്നു. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ പൂർണ്ണമാകുന്നു. പ്രവാസി ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്.